പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കൃപാസനം, വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃപാസനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പുറപ്പാട് പുസ്തകം 37 അധ്യായത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായി കൃപാസനത്തെപ്പറ്റി പറയുന്നത്. ഞാൻ ആ വചനഭാഗങ്ങളൊന്ന് വായിക്കാം. തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരുന്നു. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരുന്നു. കൃപാസനത്തിൻ്റെ 2 അഗ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കാൻ സ്വർണ്ണ തകിട് കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിച്ചു. കൃപാസനത്തോട് ഒന്ന് ചേർന്ന് അവയെ നിർമ്മിച്ചത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വീശി കൃപാസനത്തെ മൂടിക്കൊണ്ടിരുന്നു. കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശരിക്കും പറഞ്ഞാൽ ഇത് പഴയ നിയമത്തിലെ കൃപാസനത്തെ പറ്റി പറയുകയാണ്. പുതിയ നിയമത്തിലെ കൃപാസനം ശരിക്കും പരിശുദ്ധ അമ്മയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് വാഗ്ദാന പേടകം, സാക്ഷ്യപേടകം എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ആ കൃപാസനത്തിൻ്റെ, ആ സാക്ഷ്യപേടകത്തിൻ്റെ മുകൾ ഭാഗത്ത് നെടുനീളെ വിരിച്ചിരിക്കുന്ന തനി തങ്കമായ തനി സ്വർണം കൊണ്ട് പൊതിഞ്ഞ ആ ഭാഗത്താണ് കൃപാസനം എന്ന് പേരിട്ടിരിക്കുന്നത്. കൃപയുടെ ഇരിപ്പിടം, കൃപയുടെ അഭിഷേകം, കൃപയുടെ നിറവിൻ്റെ പൂർണ്ണത. ഇത് ദൈവത്തിൻ്റെ വിസ്മയകരമായ ഒരു സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിൻ്റെ ഒരു സംവിധാനമാണ്. പ്രിയമുള്ളവർ, നമ്മൾ ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു അഭിഷേകത്തിന് ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാന കേന്ദ്രമായി കൃപാസനം വളർന്നു ഉയർന്നു. യേശുവിനെ അറിയാത്ത അനേക ആയിരങ്ങളിലേക്ക് ഈ അഭിഷേകം പടർന്നു. എന്താണ് ഈ കൃപയുടെ ഈ നിറവിൻ്റെ ലക്ഷണം? അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് നമ്മളൊന്ന് ധ്യാനിച്ചാൽ വളരെ പെട്ടെന്ന് നിസ്സാരമായി കാര്യം മനസ്സിലാകും. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വിസ്മയകരമായ തിരഞ്ഞെടുപ്പാണ്. അത് ലൂക്കാ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 28-ാം വചനം ശരിക്കും തലനാരിഴ കീറി അതിലും ഉപരിയായി ഒന്ന് ധ്യാനിച്ചാൽ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും. ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. പ്രിയമുള്ളവർ, എത്ര വലിയൊരു തിരഞ്ഞെടുപ്പാണ് ദൈവത്തിൻ്റെ വിസ്മയകരമായ തിരഞ്ഞെടുപ്പൊന്ന് ധ്യാനിച്ചു നോക്കി. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായ ഒരു സാധാരണ ഒരു 10-15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ദൈവം തൻ്റെ ദൂതറിയിക്കുകയാണ്, ദൈവ കൃപ നിറഞ്ഞവളെ, കൃപയുടെ നിറവ്. എങ്ങനെ ഒരു മനുഷ്യവ്യക്തി ഇതുപോലെ കൃപയുടെ നിറവാകും? അത് തനി തങ്കമാകട്ടെ, ദൈവത്തിൻ്റെ തനി തിരഞ്ഞെടുപ്പല്ലേ അത് അങ്ങനെ ആകാൻ സാധ്യമുള്ളൂ. അതുകൊണ്ടല്ലേ ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. കൃപയുടെ നിറവിലേക്ക് ദൈവം വിളിച്ച, വിശുദ്ധീകരിച്ച, അഭിഷേകം ചെയ്ത, ബ്ലസ് നിർത്തിയിരിക്കുന്ന പരിശുദ്ധ അമ്മ. കൃപയുടെ നിറവ് എന്തിനു വേണ്ടി? രക്ഷകനെ ഭൂമിയിലേക്ക് പ്രദാനം ചെയ്യാൻ, ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാനെ, ത്രിത്വത്തിലെ മൂവരിൽ ഒരുവനായ പുത്രൻ തമ്പുരാനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനായി ഇവിടെ ഭൂമിയിൽ വന്ന് പിറക്കാൻ ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിൻ്റെ വിസ്മയകരമായ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. അതാണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയുടെ വിസ്മയകരമായ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നമുക്ക് എത്ര വർണ്ണിച്ചാലും, എത്ര പറഞ്ഞാലും, എത്ര മതിയാകാത്ത ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ശരിക്കും ലൂക്കാ 1:28 മറിയം ദൈവത്തിൻ്റെ ഈ സംവിധാനത്തിന് മുമ്പിൽ തന്നെ അടിയറ വച്ചപ്പോൾ, അത് ലൂക്കാ 1:38 മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ, ദൈവത്തിൻ്റെ സംവിധാനത്തിന് മുമ്പിൽ, ദൈവത്തിൻ്റെ ക്രമീകരണത്തിന് മുമ്പിൽ മറിയം തന്നെ ഒരു ബലിവസ്തുവായി സമ്പൂർണ്ണ സ്വയംദാന സമർപ്പണം നടത്തി. ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി വിട്ടുകൊടുത്തു. ഒന്നും മീതി വയ്ക്കാതെ. ദാസി, അടിമയ്ക്ക് സ്വന്തം ഇഷ്ടങ്ങളില്ല, സ്വന്തം ആഗ്രഹങ്ങളില്ല, സ്വന്തം പ്രതീക്ഷകളില്ല, സ്വന്തം സ്വപ്നങ്ങളില്ല. എല്ലാം യജമാനൻ കേന്ദ്രീകൃതം, എല്ലാം ജീസസ് എല്ലാം ദൈവം കേന്ദ്രീകൃതമായി സമ്പൂർണ്ണമായി പരിശുദ്ധ അമ്മ സമർപ്പിച്ചു. അങ്ങനെ അമ്മ സമർപ്പിച്ചപ്പോൾ നരകം ഞെട്ടിവിറച്ചു. കാരണം പാപത്തിനെ പ്രായശ്ചിത്തം ചെയ്യുന്ന ദൈവം, പാപത്തിനെ പരിഹാരം ചെയ്യുന്ന ദൈവം,
പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുകയാണ്. ദൈവം തന്നെ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുക. കാരണം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള കേൾപ്പില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ സ്വപുത്രനെ അയച്ച് ദൈവം തന്നെ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ഈ വിളിയോട് തിരഞ്ഞെടുപ്പിനോട് ദൈവത്തിൻ്റെ വിസ്മയകരമായ വിളിയോട് തിരഞ്ഞെടുപ്പിനോട് ആർക്കാണ് കുറ്റം വിധിക്കാൻ കഴിയുക? ഏറ്റവും മിനിമം ഇങ്ങനെ പറയാൻ കഴിയും, അത് ദൈവത്തിൻ്റെ ഈ വിസ്മയകരമായ ഈ തിരഞ്ഞെടുപ്പിനെയും വിളിയെയും ആരെങ്കിലും എന്തെങ്കിലും ഒരു അപമതിപ്പോടെ വില കുറച്ച് കാണിച്ചാൽ ഇതിൽ ഞെട്ടിവിറച്ചത് സാത്താനാണ്. അവർ തീർച്ചയായും സാത്താൻ്റെ പക്ഷത്താണെന്ന് പറയേണ്ടി വരും. കാരണം ദൈവം കൃപ നിറച്ചത്, ദൈവം വിളിച്ചത്, ദൈവം വിശദീകരിച്ചതിനെ കുറ്റം വിധിക്കാൻ ഞാൻ ആരാണ്? അങ്ങനെ ആരെങ്കിലും കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ അവർ പിശാചിൻ്റെ പക്ഷത്താണ് എന്ന് മിനിമം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ മറിയത്തിലൂടെ ദൈവരാജ്യം പടുത്തുയർത്താൻ, സഭയെ പടുത്തുയർത്താൻ എത്രയോ വലിയ അനുഗ്രഹമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഈ മറിയത്തിലൂടെ ഈശോയിലേക്ക് മറിയം സ്വന്തമായി ഒരു അംഗീകാരമോ പ്രശസ്തിയോ ബഹുമാനമോ ത്തിനോ വേണ്ടി ചെയ്യുന്നതല്ല. ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി, സഭയെ പടുത്തുയർത്താൻ വേണ്ടി, യേശുവിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി. അല്ലാതെ മറിയത്തിനെ എവിടെയെങ്കിലും അല്പം ഹൈലൈറ്റ് ചെയ്യുന്നതായി തോന്നിയാൽ അതൊക്കെ എന്തിനാണ് വിഗ്രഹാരാധന എന്നൊക്കെ പറയുന്നത്? അതിലൊരു പൈശാചിക സാന്നിധ്യമുണ്ട്. എന്നാൽ മറിയത്തെ വണങ്ങുകയുള്ളൂ. മറിയത്തിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് വരുവാനുള്ള വഴി തുറക്കുന്ന ആ വഴിയെ നമ്മൾ അടയ്ക്കാൻ ശ്രമിക്കരുത്. ദൈവത്തിൽ, അതായത് നിത്യതയെ കേന്ദ്രീകരിച്ച്, സ്വന്തം പുത്രനെ കേന്ദ്രീകരിച്ച്, ദൈവരാജ്യത്തെ കേന്ദ്രീകരിച്ച് ആണ് പരിശുദ്ധ അമ്മയുടെ പ്രവർത്തനം മുഴുവൻ. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള ഈ വിസ്മയകരമായ ഈ സാന്നിധ്യം നമുക്ക് എത്രമാത്രം അനുഭവിച്ചാലും ഒരിക്കലും അത് പൂർണ്ണമാകില്ല. അതൊരു അപൂർണതയാണ്. കാരണം അതിലെല്ലാം ഉപരിയാണത്. കാരണം ദൈവത്തിൻ്റെ ഈ വിസ്മയകരമായ സാന്നിധ്യം അതിലുമെല്ലാം ഉപരിയാണ് നമ്മൾ തിരിച്ചറിഞ്ഞോളണം. അതിലെല്ലാം ഉപരിയാണ്. ഒരു ഒറ്റ വചനം കൊണ്ട് ധ്യാനിച്ച് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1:43 എലിസബത്ത് പറയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം. ഈ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ ഇനി വരുന്നില്ലെങ്കിൽ ഞാൻ ഭാഗ്യത്തിന് പുറത്താണെന്ന് തിരിച്ചറിഞ്ഞോളാം മിനിമം. അതുകൊണ്ട് ഈ കേട്ട വചനം മാംസം ധരിക്കാൻ, വലിയ കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ പടുത്തുയർത്താൻ, ദൈവരാജ്യത്തെ പടുത്തുയർത്താൻ, കൃപയുടെ നിറവുണ്ടാകാൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കാൻ, നമുക്ക് ഈ കേട്ട വചനം മാംസം ധരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.